നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ സ്നേഹിക്കുന്ന ആളും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളും തമ്മിലുള്ള ഫ്യൂച്ചർ എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണിത്. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിനടുത്ത ചോദ്യം നമ്മൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് എന്താണ് ഫ്യൂച്ചർ, എന്താണ് വരാൻ പോകുന്നത്, ഒരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ എങ്ങനെയാവാം ഇതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ. ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്താൽ പോലും ഈ ജനറൽ റീഡിംഗ് കണ്ടിട്ട് കാര്യങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കരുത്. പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ മീൻസ് അത് പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട്, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അല്ലേ. നമുക്ക് ഓറക്കൽ മെസ്സേജ് ആണ് ആദ്യം നോക്കേണ്ടത്. ഇത് രണ്ടാമത്തെ കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. ഓക്കെ, ഒന്നാമത്തെ കാർഡ് എടുത്തേക്കുന്നത് നിങ്ങളും പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണത്. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് എടുത്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഒന്നാമത്തെ കാർഡ്. ഇനി നമുക്ക് കാർഡ് വല്ല നിങ്ങൾക്ക് വീഴുമെന്ന് നോക്കാം. ഇതല്ലെങ്കിൽ രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ കാർഡ്. ഓക്കെ, ഇനി എന്താ നോക്കാം. ഇത്രയും കാർഡ്. ഓക്കെ, 3 കാർഡാണ് കാർഡ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ സമയമായിട്ടില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങാനുള്ള, അതല്ലെങ്കിൽ അത് ചെയ്യാനുള്ള സമയം, കറക്റ്റ് സമയമാണിതെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സമയത്ത് അത് ചെയ്താൽ സക്സസ്ഫുൾ ആകും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് പവർ. ഇത് വിസ്ഡം പിന്നെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാർഡാണിത്. അപ്പോൾ ഈ ഒരു നമ്മളുടെ ഉള്ളിലുള്ള ഇരുട്ടിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ത്രിശൂലം എന്ന് പറയുന്നത്. നമ്മളുടെ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അഹങ്കാരം എന്ന് പറയില്ലേ, ചെറിയ അളവിലൊക്കെ അഹങ്കാരം നമുക്ക് വേണം. അതാണ് ഞാൻ ആരാണെന്ന് ഞാൻ അറിയുമ്പോഴാണ് എനിക്കൊരു ചെറിയൊരു അഹങ്കാരം വരുന്നത് ഇല്ലേ. ആ ചെറിയൊരു അഹങ്കാരം കൊള്ളാം. പക്ഷെ ആ അഹങ്കാരം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ മേത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അപ്പോൾ കുറച്ചൊക്കെ അഹങ്കാരം വേണം. അപ്പോൾ ഈ കൂടുതൽ അഹങ്കാരം ഉള്ളതിനെ മാറ്റിയിട്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ ഞാൻ എന്ന് കാണിക്കാനുള്ള ആ ഒരു കാർഡാണിത്. ഞാൻ വിചാരിക്കുന്ന അത്ര വലിയ ആളൊന്നുമല്ല, ആണെന്തൊക്കെയോ, എന്നാലും നിങ്ങൾ ഞാൻ ഇവരോട് കാണിക്കാൻ പോകുന്ന അത്രയും വലിയ ആളൊന്നുമല്ല ഞാൻ എന്നൊരു തിരിച്ചറിവ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ മനുഷ്യൻ എന്താണ് ഒരു ശരിക്കും പറഞ്ഞാൽ വെറും മജ്ജയും മാംസവും എല്ലുമാണ് നമ്മൾ. ഒരു കാര്യം ഇപ്പം ഞാൻ കൈ ഇങ്ങനെ അടിച്ച് ഒടിഞ്ഞു പോകും കൈ, അത്രയേ ഉള്ളൂ മനുഷ്യർ. നമ്മളുടെ ജീവിതം അത്രയേ ഉള്ളൂ. മനസ്സിലായി? അത്രയേ ഉള്ളൂ. ഭയങ്കര ഫ്രജൈലാണ്, ഭയങ്കര നമ്മളുടെ ശരീരമൊക്കെ വളരെ എന്താ പറയുക, ഒരു കലാമിറ്റി വന്നാൽ നമ്മളില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം, അത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ മേത്ത് അവരുടെ സ്ഥലം പിടിച്ചെടുക്കുക,
അവരുടെ ഭർത്താവിനെ എടുക്കുക, അവരുടെ ഭാര്യ എടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നാളെ നമ്മൾ ഉണ്ടാവുമോ? അല്ലേ? ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്നിട്ട് അവർ ഭർത്താവിനോട് ചോദിക്കും, അപ്പോൾ നാളെ ഇപ്പോൾ ഇന്ന് ഞാൻ പ്ലാസ്റ്റിക് സർജറി വന്നിട്ട് നാളെ ഞാൻ മരിച്ചുപോയി എന്ത് ചെയ്യും? അത്രയും പൈസ കൊടുത്തിട്ടാണ് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഭർത്താവ് പറയും, നമുക്കൊരു തുറന്ന കാസ്കറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശവപ്പെട്ടി തുറന്ന് വെക്കാം, കാരണം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണോ മരിക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ മനസ്സിലായി, നമുക്കൊന്നും ഫ്യൂച്ചറിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ ട്രൈഡന്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഫ്ലൈയിങ് ഹനുമാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു യാത്ര വരുന്നുണ്ട്. ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവാം. ഇതൊരു വളരെ നീണ്ട യാത്രയാണ്. പക്ഷേ ഈ യാത്രയുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സക്സസ്ഫുൾ ആക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പല പ്രതിബന്ധങ്ങളും വരികയാണെങ്കിലും അതിനേക്ക് എതിരിട്ട് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കൊണ്ടെത്താൻ പറ്റും. അതും ഈ യാത്രയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി പേജ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫർ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നല്ല ഫ്യൂച്ചർ കാണുന്നില്ല. മനസ്സിലായി? ഈ പേഴ്സൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ പേഴ്സൺ ചെറിയ ആളാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു ഒരു ഒരു കോയിൻ നമുക്ക് ചെറുതായിരിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ഇപ്പോൾ വിഷുക്കൈ നീട്ടം നമുക്ക് കുഞ്ഞിതായിരിക്കുമ്പോൾ വിഷുക്കൈ നീട്ടം കിട്ടുമ്പോൾ കുഞ്ഞിതായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചില കുട്ടികൾ അതുകൊണ്ട് മേടിച്ച് കുടുക്കയിലിടും. ചിലർ അത് ആരെങ്കിലും ഏൽപ്പിക്കും, എനിക്ക് വേണ്ട സമയം. ചിലർ എന്ത് ചെയ്യും? കടയിലേക്ക് ഓടി മിഠായി മേടിച്ച് തരും. അതാണ് ഒരു കുട്ടി വലുതാവുമ്പോൾ എന്താവും എന്നുള്ള ആ ഒരു കോയിൻ കിട്ടിയത് കൊണ്ടുള്ള ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ അത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും, അല്ലേ? മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്യും കുട്ടികൾ. എല്ലാവരും ഒരുപോലെ അല്ല കോയിൻ കാണാൻ പോകും. അപ്പോൾ ഇവിടെ ഒരു കോയിൻ ഉണ്ട്, പക്ഷേ ആ കോയിൻ കൊടുക്കാനോ മേടിക്കാനോ രണ്ടുപേരും ഇൻട്രസ്റ്റഡ് അല്ല. അപ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ഇതിൻ്റെ ഫ്യൂച്ചറിൽ വലിയ ഇൻട്രസ്റ്റഡ് അല്ല എന്നൊരു സിറ്റുവേഷൻ. രണ്ടുപേരും ഒരു തരം ഓഫറും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന് വലിയ ഫ്യൂച്ചറൊന്നുമില്ല, വലിയ ബെനിഫിറ്റ് ഒന്നും ഇതിനകത്ത് നിന്ന് വരാൻ പോകുന്നില്ല എന്നൊരു ചിന്തയുള്ള പോലെ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണിത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇവിടെ 3 സിറ്റുവേഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ഒരു പ്രായം കുറഞ്ഞ എനർജിയും ഒരു വളരെ പ്രായമുള്ള ഒരു എനർജിയും. ഫ്യൂച്ചർ ഇല്ലാത്തത് എന്ന് വെച്ചാൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോവുക, നല്ലൊരു സക്സസ്ഫുൾ ഫ്യൂച്ചറിലേക്ക് പോകുന്നൊരു സംശയമുള്ള രണ്ടുപേര്. ഇവർ രണ്ടുപേരും തമ്മിൽ സ്നേഹബന്ധമല്ല, സോൾമേറ്റ് കണക്ഷൻ അല്ല, ലവേഴ്സ് അല്ല. ഇത് ലവേഴ്സ് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ അങ്ങനത്തെ ഒരു ഇതല്ല, ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. വളരെ സീക്രട്ട്. ഒരാൾക്ക് ഒരു കുഞ്ഞു വെള്ള പോലെ കാണിക്കുന്നുണ്ട്, മറ്റേത് വളരെ യങ് എനർജി പോലെ, ഒരു സിംഗിൾ എനർജി പോലെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഫ്യൂച്ചറിൻ്റെ പോസിബിലിറ്റി കാണിക്കാത്തത്. ജെമിനി സോഡിയാക് സൈൻ ആണത്. നമുക്കിനി എന്താണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്ന ആദ്യത്തെ കാർഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? സോറി, ഈ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആഗ്രഹമല്ലാതെ, അത് അതിൻ്റെ എക്സാക്ട് വേർഡ് ഞാൻ നോക്കിയില്ല ഗൂഗിളിൽ. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ നമ്മൾക്ക് ചില നല്ല സാലറി വേണം, നല്ല ആൾക്കാരായിരിക്കണം. അപ്പോൾ അതാണ് ഒരു എക്സ്പെക്റ്റേഷൻ. അത് ആഗ്രഹമല്ല, അതൊരു എക്സ്പെക്റ്റേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ആണ്. എക്സ്പെക്റ്റേഷൻ നമുക്ക് ബെനിഫിറ്റ് കിട്ടണം അതിൽ നിന്ന്, അതാണ് എക്സ്പെക്റ്റേഷൻ. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന്, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്ത് ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്ത് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഒരു ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക്. ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല, ആരും സപ്പോർട്ട് ചെയ്യാനില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്.
അപ്പോൾ നിങ്ങൾ ലൈഫ് ഭയങ്കര ഗ്ലൂമിയാണ്. സ്നേഹമില്ല, ബന്ധങ്ങളില്ല, ആരും സഹായിക്കാനില്ല, മനസ്സിലായി, ആരും നിങ്ങൾ പറയുന്നത് കേൾക്കാനില്ല, നിങ്ങളോട് ആരോടും ഒന്നും പറയാറില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മാറണം. അതാണ് നിങ്ങൾ ഇവിടെ ഇമോഷനാണ്. അപ്പോൾ ഇവിടെ ഇമോഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഇവിടെ ആ സിറ്റുവേഷൻ അവസാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ആയിരിക്കുന്ന ആള് നിങ്ങളോട് നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ ഏത് സിറ്റുവേഷനിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയാണ്, അല്ലേ? വെച്ചാൽ അങ്ങനത്തെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ഏത് സിറ്റുവേഷൻ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ, അതൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നവരാരും നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് തരാറില്ല, നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാറില്ല, നിങ്ങളുടെ സ്നേഹവും മനസ്സിലാക്കാറില്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം മേ ബി നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ വളരെ മെച്യൂർഡ് ആയ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒരു യങ് എനർജിയാണ്. അപ്പോൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ചെറുപ്പമല്ലല്ലോ, അപ്പോൾ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പിടുത്തം കിട്ടും. അപ്പോൾ യങ് എനർജി, പിള്ളേരെ കണ്ടിട്ടില്ലേ, പിള്ളേരെല്ലാം ആക്സെപ്റ്റ് ചെയ്യും, അല്ലേ? പൊതുവെ പിള്ളേർ ഏത് സിറ്റുവേഷൻ അവർക്ക് അതിശയമില്ല, അവർക്ക് രസമാണ്, വലിയവരെ പോലെ അവർ ജഡ്ജ് ചെയ്യാറില്ല, അങ്ങനത്തെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഡെത്ത് കാർഡ് ആണ്, സ്കോർപിയോ ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. കുറേ ആൾക്കാരൊക്കെ ഉപദ്രവിച്ച് പിന്നെ ഇനി വേണ്ട ഒന്നും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ മാറണം ഈ റിലേഷൻഷിപ്പ് കൊണ്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, വെർഗോ, സ്കോർപിയോ, ഇത്രയും സോഡിയാക് സൈനാണ്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എല്ലാവർക്കും ഒരേ എക്സ്പെക്റ്റേഷൻ ആവുമ്പോഴാണ് വിവാഹ ജീവിതം, ഫ്യൂച്ചർ സക്സസ്ഫുൾ ആവുക. രണ്ടുപേരും രണ്ടു തരം എക്സ്പെക്റ്റേഷൻസ് വരുമ്പോൾ ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവുക വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ പേഴ്സൺ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ വളരെ ലോജിക്കലായിട്ട് പ്രാക്ടിക്കൽ, ഇമോഷണലേ അല്ല ഈ പേഴ്സൺ. അതുകൊണ്ടാണ് ഇവിടെ തുടക്കത്തിൽ ഇവിടെ അത്ര വലിയ സക്സസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സംശയം, പോസിബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിംഗ് ഉള്ള പോലെ കാണിച്ചത് ഓവറോൾ എനർജിയിൽ. ഇവിടെ വളരെ ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് ചിന്തിക്കുന്ന, ഒട്ടും ഇമോഷണൽ അല്ലാത്ത, എല്ലാ കാര്യങ്ങളും കീറി മുറിച്ച് നോക്കുന്ന ഒരു എനർജിയാണ്, മനസ്സിലായ? അപ്പോൾ അധികം ഫൺ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തെ കാണുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പേഴ്സൺ, പക്ഷേ ഈ പേഴ്സൺ വിചാരിക്കുന്ന, ഈ പേഴ്സണും ആക്സെപ്റ്റൻസ്, ഈ പേഴ്സണ് പാസ്റ്റിൽ കുറേ ചീത്ത എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങളെ പോലെ തന്നെ. പക്ഷേ ഈ പേഴ്സൺ, രണ്ടുപേരും രണ്ട് ക്യാരക്ടേഴ്സാണ്. രണ്ടുപേരുടെയും എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണം മറ്റേ ആളെന്നാണ്. പക്ഷെ നിങ്ങൾ തമ്മിൽ വരുമ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസിൻ്റെ പ്രശ്നം വരും. നോക്ക്. അപ്പോൾ ഈ പേഴ്സൺ പഴയ കുറേ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്, ഭയങ്കര വേദനകരമായ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് വന്നിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്താ വിചാരിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഓവർലി ഇമോഷണലായ ആളുകളെ ഇഷ്ടമല്ല. അവിടെയാണ് നിങ്ങൾ ഈ പേഴ്സണും തമ്മിലുള്ള പ്രശ്നം വരുന്നത്. ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ ഓവർലി ഇമോഷണലായ ആളുകൾ വേണ്ട, വളരെ ലോജിക്കലായ ആളുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക് പോകുമോ എന്നൊരു സംശയം വരുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണെങ്കിലും എക്സ്പെക്റ്റേഷൻസ് രണ്ടുപേരുടെയും രണ്ടാണ്. പാസ്റ്റിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹം നടിക്കുകയും ഭയങ്കരമായിട്ട് ഒബ്സഷനായിട്ട് ഈ പേഴ്സൺ സ്നേഹിക്കുകയും ചെയ്ത പേഴ്സൺ വളരെ പ്രാക്ടിക്കലായ ആളാണെങ്കിലും വളരെയധികം ഇമോഷൻസ് ഒരു സിറ്റുവേഷനിൽ കാണിച്ചു. പക്ഷെ ആ ഇമോഷൻസ് അത് എക്സ്പെക്റ്റ് ചെയ്ത പോലെയുള്ള ഒരു ഗുണം ഈ പേഴ്സണ് കൊടുത്തില്ല. അത് ബാക്ക് ഫയർ ചെയ്തു. അപ്പോൾ ഈ പേഴ്സണെ കളിയാക്കിയിട്ടുണ്ടാവും. ഇമോഷണലായിട്ട് പെരുമാറിയപ്പോൾ ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടുണ്ട് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ. എങ്കിലും ആ പേഴ്സൺ ആ ഒരു സ്നേഹം ഉള്ളിൽ അടക്കി വെച്ചിട്ട് വളരെ ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ വിചാരിക്കുന്നത് ലോകം ഈ പേഴ്സണിൽ നിന്ന് അതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. മനസ്സിലായി? നമ്മൾ അധികം സ്നേഹം ആരോടും പറയാൻ പാടില്ല. നമ്മൾ എത്രത്തോളം ആളെ സ്നേഹിക്കുന്ന കാര്യം പറയരുതെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഈ പേഴ്സൺ
ഹേർട്ട് ആയതുകൊണ്ട് ഈ പേഴ്സൻ്റെ സ്നേഹമെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് ഒരു പെട്ടിക്കുള്ളിൽ അടക്കി വെച്ചേക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പുറമെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഈ പേഴ്സൺ മനസ്സുകൊണ്ട് വളരെ എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ പേഴ്സണായിട്ട് അങ്ങനെ ഒരു റിയാക്ഷൻ കാണിക്കാനായിട്ടുള്ള ധൈര്യമില്ല ഈ പേഴ്സണ്. ഇവിടെ അക്വാരിയസ് ഉണ്ട്, ടോറസ് ലിയോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ഇത്രയും സോഡിയാക് സൈൻ ആണുള്ളത്. അപ്പോൾ രണ്ടുപേരും ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളെ പോലെയാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകൾ പച്ചവെള്ളം കണ്ടാൽ പേടിക്കും. അപ്പം അതുകൊണ്ട് വെള്ളത്തിൽ തൊടാൻ പേടിയാണ്. ഇമോഷൻസിൻ്റെ അടുത്തേക്ക് പോകാൻ രണ്ടുപേർക്കും പേടിയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് വർക്ക് ചെയ്താൽ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്താൽ, എന്ന് വെച്ചാൽ രണ്ടുപേരും കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചാൽ, അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. മനസ്സിലായി? രണ്ടുപേരും മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് വെക്കുകയാണ്. നിങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സംസാരം വരുന്നില്ല. എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇതാണ്, നിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് ചോദിക്കാനുള്ള ആ ഒരു മെച്യൂരിറ്റി നിങ്ങൾ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നത്? ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്? പണമുണ്ട്, പക്ഷേ ഒരു ഹാപ്പിനെസ് ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും വഴക്കുണ്ടാക്കുന്നുണ്ട്. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. നിങ്ങൾ എവിടേക്കോ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതെൻ്റെ തോന്നലാണോ എന്ന് വിചാരിച്ച് രണ്ടുപേരും ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അടക്കി വെക്കുകയാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും രണ്ടുപേരെയും ജഡ്ജ് ചെയ്ത് എപ്പോഴും വഴക്കാണ്. ഈ റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്, ഇത് മുമ്പോട്ട് പോകുന്നില്ല. ഏത് നേരം വഴക്കാണ് നിങ്ങൾ തമ്മിൽ. വളരെയധികം സ്ട്രെസ് ഉണ്ട്. ഒരു ഓഫറും കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഈ വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് രണ്ടുപേരും ഡിഫെൻസീവ് മെക്കാനിസമാണ് ചെയ്യുന്നത്. നമ്മളങ്ങോട്ട് ചിന്തിച്ച് വെക്കുകയാണ്, മറ്റേയാൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേയാൾ നമ്മളെ കളിയാക്കും, പിന്നെ എന്തിനാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ പേഴ്സൺ പറയാൻ തുടങ്ങുമ്പോഴേ നമ്മൾ പറയും, കളിയാക്കണ്ട, വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങും. പിന്നെ അതൊരു വഴക്കിലേക്കാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്താൽ റിലേഷൻഷിപ്പ് വർക്ക് ആകും. നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടെ മെച്യൂർഡായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വർക്ക് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും ഈ പൊട്ടിത്തെറി ഉണ്ടാവുന്നതുകൊണ്ട് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആകുമോ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട്. ഭയങ്കര സ്ട്രെസ്സാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു കാല് എന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ടുപേരും കാല് ഉറപ്പിച്ച് ചവിട്ടിയിട്ടില്ല റിലേഷൻഷിപ്പിൽ. ഒരു കാല് എപ്പോഴും പുറത്തേക്ക് ചവിട്ടിയിട്ടാണ്. എപ്പോഴാണ് ഇവിടെ നിന്ന് ഓടേണ്ടി വരിക എന്നൊരു സിറ്റുവേഷനിലാണ്. ഒരു കാല് ഇവിടെയും ഒരു കാല് പുറത്തേക്ക് വെച്ചിട്ടാണ്, വാതിലിൻ്റെ അവിടെ വെച്ചിട്ട് നിൽക്കുന്നത്. എപ്പോഴാണ് പുറത്തേക്ക് ഓടാൻ പറ്റുക എന്നൊരു സിറ്റുവേഷൻ. മനസ്സിലായി? രണ്ടുപേരും ഈഗോ ഉള്ള ആളുകളാണ്. രണ്ടുപേരും എന്താ പറയുക, ഇമ്മച്ചുവേർഡ് ആണെന്ന് ഞാൻ പറയും. പ്രായം ഉണ്ടെങ്കിലും പ്രായം ഇല്ലെങ്കിലും രണ്ടുപേരും ഇമ്മച്ചുവേർഡായ ആളുകളാണ്. രണ്ടുപേരും പേടിയാണ്, ഭീരുക്കളാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇനി എന്താണ് ഫ്യൂച്ചർ എന്താണ് വരാൻ പോകുന്നത്? സ്കോർപ്പിയോ കാണിക്കുന്നുണ്ട്, ക്യാൻസർ ഉണ്ട്, പിന്നെ ടോറസ് ലിയോ അക്വേറിയസ് സ്കോർപ്പിയോ. ഫ്യൂച്ചർ എന്താണ് വരാൻ പോകുന്നത്? ഇത് തന്നെ. ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോകുന്നത്? ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഈ കമ്മിറ്റ്മെൻറ്റ് ഇല്ലായ്മ ഇത് കണ്ടിന്യൂ ചെയ്യും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തേക്ക് റിലേഷൻഷിപ്പ് നോക്കും, തേർഡ് പാർട്ടി കണക്ഷൻസ്. കാരണം നമ്മൾ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് പറയാനും പറയാൻ പാടില്ലാത്തതുമായ നമ്മൾ വിചാരിക്കുന്ന പോലെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് ചിന്തയുണ്ട് നിങ്ങൾക്ക്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ പെരുമാറുന്നത് നമ്മൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരോടാണ്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് ഒരു നോട്ടം ഉണ്ടാകും നിങ്ങൾക്ക്. വേറെ ഏതെങ്കിലും കണക്ഷൻ നിങ്ങളുടെ സൈഡിൽ കൂടെ വന്നാൽ നിങ്ങളത് ചാടിപ്പിടിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഫ്യൂച്ചർ പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഒന്ന് ഇരുന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പക്ഷെ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരു പിടുത്തമില്ല റിലേഷൻഷിപ്പിൽ എന്താ നടക്കുന്നതെന്ന്. കാരണം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട് ഇവിടെ. സംസാരിക്കുന്നില്ല. ഒരാൾ ഭയങ്കര മറ്റേ ആളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഏത് നേരവും. അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അത് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് അത് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് റിലേഷൻഷിപ്പ് പോകാൻ പോകുന്നത്. ഈ 4 ഓഫ് കപ്സ് 2 പ്രാവശ്യം കാണിക്കുന്നുണ്ട് ഇവിടെ. 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ എക്സ്പീരിയൻസിൽ നിങ്ങൾ സ്റ്റക്കാണ് ഇപ്പോഴും.
ആ എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒരാൾ റീഡിങ്ങിന് വന്നു. അപ്പോൾ പഴയ റിലേഷൻഷിപ്പിൻ്റെ അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യണം, അവിടെ ഹീൽ ചെയ്യണം, ആ റിലേഷൻഷിപ്പ് മോശപ്പെട്ടു പോയി. അപ്പോൾ അത് ഹീൽ ചെയ്യണമെന്ന് പറഞ്ഞു കുറച്ച്. അപ്പോൾ ഹീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ വന്നിട്ട് പിന്നെ അവരുടെ കാര്യം തന്നെയാണ് പേഴ്സൺ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ആ സിറ്റുവേഷൻ ഹീൽ ചെയ്തിട്ടില്ല, നിങ്ങൾ രണ്ടുപേരും ഹീൽ ചെയ്തിട്ടില്ല. നിങ്ങളുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസിന് നിങ്ങൾ ആ എക്സ്പീരിയൻസ് പൊക്കിക്കൊണ്ടാണ് ഓരോ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇട്ട് നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലെ അവിടെയും ഈ സിറ്റുവേഷൻ നിങ്ങൾ പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയുക. കഴിഞ്ഞത് കഴിഞ്ഞു, പോട്ടെ, ഇനി പുതിയൊരു തുടക്കം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ എന്നാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് കാണിക്കുന്നത് കേട്ടോ. സ്കോർപിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ക്യാൻസർ, അക്വേറിയസ്, Capricorn, Taurus, Libra. ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കിങ് ഓഫ് സ്വേർഡ്സും ക്വീൻ ഓഫ് സ്വേർഡ്സും കണ്ടു. അപ്പോൾ നിങ്ങൾ ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. സക്സസ്ഫുൾ ഫ്യൂച്ചർ ഉണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, വെർഗോ. പക്ഷെ നിങ്ങളുടെ ഈ പെരുമാറ്റം കൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഡിവൈൻ കപ്പിളാണ്. Scorpio, Gemini. ഇതാണ് ആദ്യത്തെ റീഡിങ്. ഞാൻ ഈ രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാണ്. ഭഗവാനെ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ് എന്താണ് ഭഗവാനെ? രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജാണ് ഭഗവാനെ. മൂന്ന് കാർഡ്സാണ് ഇവിടെ വന്നേക്കുന്നത്. ഒന്ന് ക്രോസ് റോഡ്, ചൂസ് ദ റൈറ്റ് പാത്ത്. ക്രോസ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു വഴിത്തിരിവ്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു സ്ഥലത്തെത്തി, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം, ഇതിലേ പോകണമോ ഇതിലേ പോകണമോ. ദൈവം ഒരു ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോയ്സിൽ നിങ്ങളുടെ ശരിക്കുള്ള ചോയ്സ്, നിങ്ങൾക്ക് നല്ലൊരു സക്സസ്ഫുൾ ഫ്യൂച്ചർ കിട്ടുമെന്നുള്ള ചോയ്സ് കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിന് വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ സഹായം അപേക്ഷിക്കണമെന്ന് പറയുന്നത്. രണ്ടാമത് ക്ഷമ പരിശീലിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോകണം കുറച്ച് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഡിലേ ആക്കി വെച്ചേക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡിലിട്ടേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ സമയമാണ്, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണിത്. സക്സസ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി ഹെയറോഫാന്റ് ആണ്. ഇത് ഹെയറോഫാന്റ് എന്ന് പറഞ്ഞാൽ മാരേജ് ആണ്. നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആണ്, നിങ്ങൾ കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് മാരേജ്, ഒരു പ്രപ്പോസൽ എന്നാണ് വിചാരിക്കുന്നത്. ടോറസ് ആണത് കാർഡ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിവാഹത്തിലേക്ക് പോകാനുള്ള ആ ഒരു സിറ്റുവേഷനിൽ ചെന്ന് കയറിയിട്ടുണ്ട്. ടവർ മൊമെന്റ്. ഇവിടെ ഒരു വിവാഹത്തിലേക്ക് എത്തിയ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വിവാഹിതരാണ് രണ്ടുപേരും, കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ്. ഇവിടെ ഒരു ടവർ മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരാളുടെ കള്ളി വെളിച്ചത്തായപ്പോഴാണ് ഇവിടെ ഒരു ടവർ മൊമെന്റ് വന്നിരിക്കുന്നത്. ഒരു വിശ്വാസ വഞ്ചന,
ഒരു കള്ളത്തരം പുറത്തായ പോലെ, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകൾ ഒരാൾ ഏറ്റു പറഞ്ഞു, അതൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി. അപ്പോൾ എന്തോ ഒരു അബദ്ധം മറ്റൊരാൾ ചെയ്തിട്ട് ആ പേഴ്സൺ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാന്നിട്ട് കുറ്റബോധം കൊണ്ട് തുറന്ന് പറഞ്ഞു. പക്ഷേ അത് വലിയൊരു പൊട്ടിത്തെറിയായി. സ്കോർപിയോ, ടോറസ്, അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഇനി എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങളുടെ ടെൻഷൻ ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും. ചില സമയത്ത് നമ്മളുടെ ഈഗോ ആണ് നമുക്കെന്ന് വെച്ചാൽ, എന്നെ സ്നേഹിക്കുന്ന ആൾ വേറൊരു പെണ്ണായിട്ട് റിലേഷൻ അല്ലെങ്കിൽ വേറൊരു പുരുഷനായിട്ട് റിലേഷൻഷിപ്പ് വെച്ചോ എന്ന് ആ ഒരു ചിന്ത നമ്മളെ കാർന്ന് തിന്നും. നമുക്ക് എത്ര സ്നേഹമുള്ള ആളാണെങ്കിലും പിന്നെ ആ സിറ്റുവേഷനിൽ നിൽക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്നാവും. മനസ്സിലായി? അപ്പോൾ സത്യം പറഞ്ഞത് പൊട്ടത്തരമായോ മണ്ടത്തരമായോ എന്ന് മറ്റേ ആൾക്ക് ഒരു ചിന്ത വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ്? നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഹാപ്പിനെസ്, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, ക്ലാരിറ്റി, വിൽ പവർ, ഇതൊക്കെ വേണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു എന്താ പറയുക, നമ്മളെ പൂർത്തീകരിക്കുന്നത് നമ്മൾ അർദ്ധനാരീശ്വരൻ, അതാണ് പകുതി ആണ് പകുതി സൈഡിലെ പെണ്ണ്. അപ്പോൾ ഒരു സ്ത്രീയെയും പുരുഷനെയും പൂർത്തീകരിക്കുന്നത് ആ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഒരു സ്ത്രീ വന്ന് കയറുമ്പോൾ അല്ലെങ്കിൽ പുരുഷൻ വന്ന് കയറുമ്പോൾ എന്നാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏതൊരു സിനിമയിൽ ആരോ പായ മടക്കി വെച്ച് കിടക്കുമ്പോൾ അച്ഛൻ ചോദിക്കുന്നത് എന്താണത്, അപ്പോൾ ആ സൈഡിൽ കിടക്കാനുള്ള ആൾ വന്നിട്ടില്ല എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്ന് കയറണം. എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ, ആ പേഴ്സൺ നിങ്ങൾക്ക് സന്തോഷം തരണം, ആ പേഴ്സൺ നിങ്ങളുടെ ജീവിതം വളരെ സക്സസ്ഫുൾ ആക്കണം. അതാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. ഇവിടെ ജെമിനായി, ലിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഇത്രയും സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. ഇതാണ് ഒരു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എപ്പോഴും മൂവ്മെൻറ്റ് വേണം, ഹാപ്പിനെസ് വേണം, സന്തോഷവും അടിച്ചു പൊളിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് നിങ്ങളെ ഉയർത്തണം, നിങ്ങളെ ഇടിച്ച് താഴ്ത്താൻ പാടില്ല. അതൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരു കാര്യവും ഒളിക്കാൻ പാടില്ല എന്നൊരു ചിന്തയും കൂടെ ഉണ്ട്. എല്ലാം ക്ലിയർ ആയിരിക്കണം, മനസ്സിലായി? കള്ളത്തരം ഒന്നും പാടില്ല. അങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. അപ്പോഴാണ് ഈ റെവലേഷൻ ഒരു തലവേദനയായിട്ട് നിങ്ങൾക്ക് മാറുന്നത്. പൊട്ടിത്തെറി, ഏരീസ്, ക്യാൻസർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? മാരേജ്, യെസ്, ആ പേഴ്സൺ മാരേജ്, സന്തോഷകരമായ ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സണ് ഭാഗ്യം കൊണ്ടുവരണം. അത് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ടുവരണം, പിന്നെ നല്ല ഫിനാൻഷ്യൽ സക്സസും വേണം ഈ പേഴ്സണ് റിലേഷൻഷിപ്പിൽ നിന്ന്, കേട്ടോ. അപ്പോൾ നല്ല ഒരു നിലയിലുള്ള രണ്ട് ഫാമിലീസ് തമ്മിൽ ചേരണമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പേഴ്സണ് നിലയും വിലയും അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഈ പേഴ്സണ് വേണം. അതാണ് നിങ്ങൾ. അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്ന ഈ റിലേഷൻഷിപ്പ് ഒരു പ്രാരാബ്ധമായിട്ട് മാറരുത് ഈ പേഴ്സണ്, അതാണ് എക്സ്പെക്റ്റേഷൻ. അതുപോലെ ഒറ്റപ്പെടരുത്, എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. നിങ്ങളുടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആളുടെ എപ്പോഴും ഒരു സപ്പോർട്ട് വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണ് വേറൊരു ആഗ്രഹം കൊണ്ട്, ഈ പേഴ്സണ് കുറേ ഉഴപ്പ് സ്വഭാവമുണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം ഈ പേഴ്സൺ സ്നേഹിക്കുന്ന ആൾ. അതാണ് ഇവിടെ പ്രശ്നമാകുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ പേഴ്സൻ്റെ സ്വഭാവം മാറ്റില്ല, മനസ്സിലായി? ഇതാണ് ഈ പേഴ്സൺ ഈ സ്വഭാവം വെച്ചിട്ടാണ് ജനിച്ചേക്കുന്നത്, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഞാൻ എൻ്റെ സ്വഭാവം മാറ്റില്ല, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആൾ എൻ്റെ ഈ സ്വഭാവത്തോടു കൂടി എന്നെ ആക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് ഈ പേഴ്സൺ പറയുന്നത്. അതാണ് കാര്യം. പക്ഷേ ഈ പേഴ്സൺ എന്താ പറയുക, സറണ്ടർ ചെയ്യും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി. എല്ലാം എന്താ പറയുക, അങ്ങോട്ട് അടിയറ വെക്കാനും റെഡിയാണ്. പക്ഷേ ഈ ഒരു സ്വഭാവമുള്ള ഒരാളാണ്, ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല, മനസ്സിലായോ? റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണിത്. പക്ഷേ സ്വഭാവം മാറ്റാൻ പറ്റില്ല ഈ പേഴ്സൺ. അത് ആ പേഴ്സൺ പറയുന്നുണ്ട് ഇവിടെ.
വെർഗോ, ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ. പിന്നെ ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ വളരെ സ്ട്രോങ് ആണ് ഇവിടെ. ഫിക്സ്ഡ് സൈൻ, സ്പൈസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താ നടക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താ നടക്കുന്നത്? ഇപ്പോൾ ഒരു വടംവലി നടക്കുന്നുണ്ട്. ഒരാൾ ഒരു റിലേഷൻഷിപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടായല്ലോ, ഒരു ടവർ മൊമെൻ്റ് ഉണ്ടായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇവിടെ സ്നേഹം, രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയാണ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇത് ഒരാൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു, ഒരാൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നടക്കുന്നത്. സ്നേഹം കൈവിട്ട പോലെ ഒരു തുമ്മല്, സോറി. അപ്പോൾ ഇവിടെ സ്നേഹമില്ല, ഇമോഷണൽ ലോസ്. ഇപ്പോൾ രണ്ടുപേരും, ഒരാൾക്ക് സ്നേഹമുണ്ട് ഉള്ളിൽ, പക്ഷെ രണ്ടുപേരും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒട്ടും കാണിക്കുന്നില്ല, മറ്റേ ആൾ ഒന്ന് എന്താ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, പറഞ്ഞു പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. സ്നേഹം എവിടെ, രണ്ട് പ്രാവശ്യവും ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയ പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. കല്യാണത്തിലേക്ക് പോകാൻ പോയ രണ്ടുപേരാണ്. തത്തമ്മയാണത് കേട്ടോ. പല പക്ഷികൾ, ഇവിടെ ഒരു മാവുണ്ട്, അപ്പോൾ പല പക്ഷികൾ അതിൻ്റെ മുകളിൽ വന്ന് ഈ ബഹളമാണ്, പലതരം ഒച്ച കേൾക്കും. തത്തമ്മയാണത്. ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങ മരത്തിൽ ഈ ഉണങ്ങിയ മുരിങ്ങ ഞാൻ ഇടാറുണ്ട്, മുഴുവൻ പറിക്കില്ല. അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ കുരു തിന്നാൻ വേണ്ടി തത്തമ്മ വരും. പക്ഷെ അത് ആ മതിൽ ഇടിച്ചിടുന്നും പറഞ്ഞ ആൾക്കാരൊക്കെ കൂടെ പറഞ്ഞ് മുരിങ്ങ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ തത്തമ്മകൾ മാങ്ങ തിന്നാൻ വരുന്നത്, പച്ചമാങ്ങയാണ്, പഴുത്തിട്ടില്ല. ആർക്കറിയാമാരൊക്കെ എന്താ വരുന്നത്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്നേഹം നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇനി ഇതിൻ്റെ ഭാവി എന്താണെന്ന് രണ്ടുപേർക്കും അറിയില്ല. സ്കോർപിയോ ഉണ്ട് ഇവിടെ. സ്കോർപിയോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. പാസ്റ്റ് നൊസ്റ്റാൾജിക്കാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിടാൻ പറ്റില്ല കൈ. എന്നാലും എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നൊരു ചിന്തയാണ്. അല്ല, ഞാൻ അങ്ങനെ ചെയ്തെങ്കിലും എൻ്റെ സ്വഭാവം നേരത്തെ അറിയുന്നതല്ലേ എന്ന് മറ്റേ ചിന്തിക്കുന്നുണ്ട്. ഒരു റീകൺസീലിയേഷന് ട്രൈ ചെയ്യുന്നുണ്ട്, റീകൺസീലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരാൾ ഇത് വേണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത്രയായിട്ട് എന്നെ ചതിച്ചില്ലേ എന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. എങ്ങോട്ടാണ് റിലേഷൻഷിപ്പ് പോകുന്നത്? എങ്ങോട്ടാണ് റിലേഷൻഷിപ്പ് പോകുന്നത്? എങ്ങോട്ടാണ് ഈ റിലേഷൻഷിപ്പ് പോകുന്നത്? സംശയം, മൊത്ത സംശയമാണ്. അപ്പോൾ അത്രയും സ്നേഹമുണ്ടായിരുന്ന രണ്ടു പേര് തമ്മിൽ ഇപ്പോൾ പ്രയോറിറ്റീസ് മാറി. ഇപ്പോൾ രണ്ടുപേരും, ഒരാളുടെ പ്രയോറിറ്റി കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ആണ് ഇപ്പോൾ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊരു ചിന്ത. അപ്പോൾ ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്കോ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല വേറെ ആൾക്കാരുണ്ട് എന്നൊരു ചിന്ത. അതുകൊണ്ട് തന്നെ സംശയമാണ്. സത്യം പറഞ്ഞാലും നുണ പറഞ്ഞാലും ഇനി എങ്ങനെ വിശ്വസിക്കും? ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അങ്ങോട്ട് താറുമാറായിപ്പോയി കേട്ടോ. ഭയങ്കര അപ്പോൾ ഞാൻ ഇത്രയും സ്നേഹിച്ചത്, എന്നോട് ഈ കാണിച്ചതൊക്കെ കള്ളത്തരമായിരുന്നോ എന്നൊരു ചിന്ത ഒരാളുടെ മനസ്സിലുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പോൾ കുട്ടികളുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് എങ്ങോട്ടാ പോകുന്നു വെച്ചാൽ രണ്ടുപേര്, ഒരാൾക്ക് മറ്റേയാളെ സംശയമായിരിക്കും, ഒരു വിശ്വാസം ഉണ്ടാവില്ല. എന്തൊക്കെ ചെയ്താലും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയാലും ജീവിതകാലം മുഴുവനും ഒരാൾ മറ്റേയാളെ സംശയിക്കും. അതുപോലെ തന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ പറ്റില്ല. ഇപ്പോഴും എന്നെ ഫൂളാക്കുകയാണെങ്കിലോ എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വരും. മനസ്സിലായി? എന്നാലും ധൈര്യം സംഭരിച്ച് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകും. പക്ഷെ പ്രയോറിറ്റീസ് മാറും. മനസ്സിലായോ? കഷ്ടമായിപ്പോയി. എന്നാലും ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോകുന്നില്ല. എത്രയോ ഭാര്യയും ഭർത്താക്കന്മാർ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്നറിയാമോ? അപ്പം അതുപോലെ തന്നെ ഇത് മുമ്പോട്ട് പോകും കേട്ടോ. ലിയോ, ജെമിനായി, അക്വാരിയസ്, Scorpio, sorry, Taurus, Leo, Aquarius, Scorpio, Virgo, Pisces, Taurus, Leo, Aquarius, Scorpio, Cancer, Aries, Taurus, Leo, Aquarius, Scorpio, Gemini, Leo. പിന്നെ സ്കോർപിയോ,
ടോറസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭവാനി, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. മറിഞ്ഞില്ല ഭവാനി. കാർഡ് വരാനുള്ളതാണ്, മറന്നിട്ട് പിന്നെ തിരിഞ്ഞു. ഓക്കെ, ഇത് 2 കാർഡാണ് വന്നിരിക്കുന്നത്. ഒന്ന് ക്രോസ് റോഡ്, വഴിത്തിരിവ്. അപ്പോൾ ഇവിടെ ഈ വഴിത്തിരിവിലാണ് നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം നിങ്ങൾക്ക് അറിയില്ല, ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ആ വഴി നിങ്ങൾക്ക് നല്ലത് വരുത്താനുള്ള ഒരു വഴി, അത് ഏത് വഴിയാണെന്ന് ചൂസ് ചെയ്യാൻ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, നിങ്ങളുടെ സിറ്റുവേഷൻ മൊത്തത്തിൽ ടോക്സിക് ആണ്. അപ്പം അത് ക്ലെൻസ് ചെയ്യണം. വളരെ ടോക്സിക് ആയ സിറ്റുവേഷനിലാണ്. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ ഒന്നില്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക, അതല്ലെങ്കിൽ നിങ്ങൾ അത് ക്ലെൻസ് ചെയ്യാൻ നോക്കുക. നമ്മൾ എന്താ റിലേഷൻഷിപ്പിൽ, നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ നമ്മളുടെ സ്റ്റാൻഡേർഡ്, നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ് ആ റിലേഷൻഷിപ്പിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ എക്സ്പെക്റ്റേഷൻസ് മറ്റേ ആളോട് പറയുക റിലേഷൻഷിപ്പ് വരുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ തോന്നാത്ത കാര്യങ്ങൾ ചെയ്യരുത്. മറ്റേ ആളെ പ്രീണിപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ എനിക്കിഷ്ടമല്ല അത്, എന്നാലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മളത് ചെയ്യേണ്ടി വരും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതിലല്ല പ്രശ്നം, പിന്നെ നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ചെയ്തു തരുമ്പോൾ പിന്നെ അതൊരു ഭാരമായിട്ട് മാറും, പിന്നെ അത് റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ടോക്സിക് സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നൈറ്റ് ഓഫ് കപ്സ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോളിഡേ റൊമാൻസ് പോലെയും തോന്നാറുണ്ട്. എന്തായാലും എൻ്റെ സ്നേഹമാകുന്ന കപ്പും കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ആർക്ക് കൊടുക്കണം? ഈ പേഴ്സണ് കൊടുത്തു, ഇനിയിപ്പോൾ ഓക്കെ ബോറടിക്കുന്നു, ഇനി ഞാനിത് എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ നൈറ്റ്സ് ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് പണ്ട് പറയുമായിരുന്നു, ഈ സെയിലേഴ്സിനെല്ലാം പോകുന്ന പട്ടണത്തിൽ തുറമുഖങ്ങളിലെല്ലാം എവിടെയെല്ലാമാണ് തുറമുഖങ്ങളുള്ള അവിടെയെല്ലാം ഭാര്യമാരുണ്ടാവും എന്ന് പറയും. പണ്ട് ആണുങ്ങൾ മാത്രമല്ലേ സെയിലേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം. അവർ ആനക്കാർ, ഇതൊക്കെ ഒരു പഴഞ്ചൊല്ലാണിത്. മീൻസ് പല സ്ഥലത്താണെന്ന് അങ്ങനെ പറയും. കാരണം പണ്ട് യാത്ര എന്ന് പറഞ്ഞാൽ മാസങ്ങൾ ഒക്കെ എടുക്കും ഒരു സ്ഥലത്ത് എത്തിപ്പെടാനായിട്ട്. വഞ്ചിയിലും ഒക്കെ പോയിട്ട് നടന്നു പോയി. അപ്പോൾ അതൊക്കെ അന്നത്തെ സിറ്റുവേഷൻ ആണല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോയിട്ടുണ്ട്. ഇപ്പോൾ കുറേ മാറി, 10 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ എത്താം ഫ്ലൈറ്റിന്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹോളിഡേ റൊമാൻസ് ആണ്. ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും കണ്ടുപിടിക്കുക, അവരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുക, അങ്ങനത്തെ ഒരു എനർജി പോലെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണത്. ടു ഓഫ് പെന്റക്കിൾസ്. ഇവിടെ ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിരക്തി എന്നുള്ളൊരു അർത്ഥം കൂടെ വരും. സന്യാസിമാർ ഹിമാലയത്തിലൊക്കെ പോയി ഗുഹയിലൊക്കെ കയറിയിരുന്ന് എന്താ പറയുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിളക്കെന്ന് പറഞ്ഞാൽ വെളിച്ചം, ജ്ഞാനമാണ്. അപ്പോൾ ജ്ഞാനമുള്ളത്, അറിവുള്ളതെന്ന് വരും.
ചില സമയത്ത് എനിക്ക് തോന്നാറ് ഈ ആമയെ കാണുമ്പോൾ ഈ എന്താ പറയുക, ഒളിച്ചിരിക്കുന്ന ആമ എങ്ങനെയാണ്, പേടിയാവുമ്പോൾ തല വലിക്കും. അപ്പോൾ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളെ പോലെ തോന്നുന്നു എനിക്ക് ഈ ക്യാരക്ടർ. എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തല വലിച്ച് അകത്തിരിക്കും, പ്രശ്നങ്ങൾ മാറുമ്പോഴേ പിന്നെ തല പുറത്തേക്കിടുള്ളൂ എന്ന് തോന്നാറുണ്ട്. അങ്ങനത്തെ ഒരു എനർജി. ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ്. പിന്നെ 2 ഓഫ് പെന്റിക്കിൾസ്, പ്രയോറിറ്റി, ചോയ്സ് എടുക്കുന്നത്, തീരുമാനിച്ചിട്ടില്ല ഇത് വേണോ ഇത് വേണോ. അപ്പോൾ ഈ പേഴ്സൺ ഒരു വിൻഡോ ഷോപ്പിംഗ് നടത്തുകയാണ്. ഇതിലൊരാൾ വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു 5-6 പെൺകുട്ടികളെ കാണും, അല്ലെങ്കിൽ 5-6 ആൺപിള്ളേരെ കാണും. പിന്നെ എല്ലാം ഒത്തു വരുമ്പോഴാണ് നമ്മൾ ഒരെണ്ണത്തിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെ. അപ്പോൾ ഇവിടെ ഒരു തീരുമാനമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു വിൻഡോ ഷോപ്പിംഗ് നടക്കുന്ന പോലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ വേറെ ആരെയൊക്കെയോ ഉപേക്ഷിച്ച പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഗുഡ് ലക്ക് കൊണ്ടുവരണം. പിന്നെ അതൊരു എന്താ പറയുക, പിന്നെ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളിൽ വന്നു ചേരുന്ന റിലേഷൻഷിപ്പ് ഇതൊരു കർമ്മ ആണ് നിങ്ങളുടെ വിചാരം. ഒരു കാർമിക് സൈക്കിളാണ്. അപ്പം ഡെസ്റ്റിനിയാണ്, എൻ്റെ വിധിയാണ് എൻ്റെ ജീവിതത്തിൽ വരുന്ന റിലേഷൻഷിപ്പ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏത് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവും. കാരണം അതൊരു വിധിയാണ്, എൻ്റെ വിധിയാണിത്, ഞാനിത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ പാസ്റ്റ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ പുറന്തള്ളിയിട്ട് വരുന്നത് പോലെ വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചിന്തയുണ്ടാവും, നിങ്ങൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മറ്റുള്ളവരെ ഉപേക്ഷിച്ചിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റിലേഷൻഷിപ്പിലും നിങ്ങൾ കുറച്ച് വേദനയൊക്കെ തിന്നേണ്ടി വരും എന്നൊരു ചിന്ത നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ വന്നേക്കുന്ന റിലേഷൻഷിപ്പിൽ ആള് പോകുമോ എന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. മനസ്സിലായോ? ഈ പാസ്റ്റ് നിങ്ങളിതൊരു കാർമിക് സൈക്കിളാണ്. അപ്പം നിങ്ങൾ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് ടോക്സിസിറ്റി കണ്ടത്, അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് നിങ്ങളിത് ആക്സെപ്റ്റ് ചെയ്യാണ്. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കാപ്രിക്കോൺ, സ്കോർപ്പിയോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട് ഇഷ്ടം പോലെ. ഒരാൾ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാൾ ഡിസിഷൻ എടുക്കുന്നില്ല, കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല. നിങ്ങൾക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മിറ്റ്മെൻറ്റ് വേണം. അപ്പോൾ ഇതിവിടെ നിന്ന് ഈ റിലേഷൻഷിപ്പ് അവസാനിക്കുമെന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്, ആ സ്ട്രെസ്സ്. കാരണം നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുമെന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. മനസ്സിലായോ? ഈ ഡെവിൾ എനർജി ഉണ്ട്, അതുകൊണ്ടാണ് ടോക്സിസിറ്റി കാണിച്ചത്. ഒരു ടവർ മൊമെൻറ്റും ഉണ്ട്. നിങ്ങൾ ഒളിച്ചോടി പോകുന്നതാണോ ഈ പേഴ്സൻ്റെ കൂടെ? അതാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നില്ല, നിങ്ങൾ തമ്മിൽ അടിയാണ്. പക്ഷേ ഇതെൻ്റെ വിധിയാണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് ജസ്റ്റിസ്, ഈ പേഴ്സൺ ഇവിടെ ഒരു ക്ലാരിറ്റി വേണം. റിലേഷൻഷിപ്പിന് എക്സ്പെക്റ്റേഷൻ പേഴ്സണെ എല്ലാം ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല, കാരണം മനസ്സുകൊണ്ട് ഈ പേഴ്സണ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഒളിച്ചോടി പോകുന്നതാണോ തീരുമാനമൊന്നും എടുക്കാതെ? ഇതെന്താ പരിപാടി? അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് ലീഗലായിട്ട് നിങ്ങൾ മാരീഡ് അല്ല, ലീഗലായിട്ട് സിറ്റുവേഷൻ കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരാളെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ വേറൊരാളുടെ കൂടെ പോകുമ്പോൾ ചില സമയത്ത് അയാൾക്ക് പെട്ടെന്നൊരു ബോധം വരും, ഇങ്ങനെ ഒരാളെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വരുന്ന ആൾ ഇനി എന്നെ ഉപേക്ഷിച്ച് പോയില്ലെങ്കിലോ. അപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ക്ലാരിറ്റി ഇല്ല, ഇനി എന്ത് ചെയ്യണം എന്നൊരു ചിന്ത ആയിട്ടില്ല ഈ പേഴ്സണിൻ്റെ മനസ്സിൽ.
അതുകൊണ്ടാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാത്തത്. ഇവിടെ കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. മനസ്സിലായോ? ഈ പേഴ്സൺ ഒരു യൂണിവേഴ്സായിട്ട് ഈ പേഴ്സൺ ഒരു ഗൈഡൻസ് കൊടുക്കുമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. കാരണം മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് ഒരു ആക്ഷനും എടുക്കാത്ത, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാത്തത്. പേഴ്സണ് വേണ്ടത് 10 ഓഫ് കപ്സ് ആണ്, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷേ അത് ഇവിടെ കിട്ടുമോ എന്ന് പേഴ്സൺ അറിയില്ല. കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്. പേഴ്സണും നിങ്ങളും തമ്മിൽ ഭയങ്കര അടി ഉണ്ടാകുന്നുണ്ട്. രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നത്. പിന്നെ എങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചത് മനസ്സിലാവുന്നില്ല. എന്തായാലും അക്വേറിയസ്, ലീബ്ര, ഈ പേഴ്സൺ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, ഇമോഷണൽ ഒരു കണക്ഷൻ വേണം. പക്ഷേ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തരാത്തത്. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുമോ പേഴ്സൺ? അതൊരു പണിയാണല്ലോ. അപ്പം അതാണ് ഇപ്പം എന്താ നടക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പം എന്താ നടക്കുന്നത്? ചാരിയറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. കാരണം ഒരാൾ ഇതിലൊരു ഓഫർ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രസ് ഉണ്ടാവണം. ഇതിങ്ങനെ നിന്നിട്ട് കാര്യമില്ല റിലേഷൻഷിപ്പ്. ഇത് എന്തെങ്കിലും ഒരു തീരുമാനമാകണം അല്ലേ? അപ്പോൾ ഒരു ചോയ്സ് എടുക്കണം ഈ പേഴ്സൺ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പേഴ്സൺ അതുകൊണ്ട് വളരെ കൂലങ്കഷമായിട്ട് എന്താ പറയുക ആലോചിക്കുന്നുണ്ട്, റീഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ചെയ്തത് ശരിയാണോ എന്നൊക്കെ ഒരു ചിന്തയാണ്. ഒരാൾ ഓഫർ കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്, പ്രോഗ്രസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റേ ആൾ ചെയ്തത് ശരിയാണോ, ഇതിന് മുമ്പോട്ട് പോകണമോ, ഇത് വേണ്ടത് വെക്കണമോ എന്നൊരു ചിന്തയിലാണ് ഒരു പ്രശ്നം. അപ്പോൾ 2 ഓഫ് കപ്സ്. ഇവിടെ 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരാളുടെ കൂടെ പോരുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളുള്ളതൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെയും കൂടി ആ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാഗ്രഹമാണെങ്കിൽ അത് കുഞ്ഞുങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളെ മാത്രമാണ് ഈ പേഴ്സൺ ഇഷ്ടം. ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാൾ മറ്റേ ആളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ കാണുന്നുണ്ട്. ഒരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ നൈറ്റ് ഓഫ് കപ്സ് പിന്നെ ഇവിടെ വരുന്നതുണ്ടോ? അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇത് ഡിസൈഡ് ചെയ്താൽ മതി എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴും കമ്മിറ്റ്മെൻറ്റ് തരാനുള്ള ഒരു മൈൻഡിലായിട്ടില്ല ഈ പേഴ്സൺ. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ചെയ്തത് ശരിയായോ, ഒരു ഗിൽറ്റി കോൺഷ്യസ് ചിലപ്പോൾ വരുമല്ലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ എന്നാലും ഒരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഈ പേഴ്സൺ ഈ പേഴ്സൻ്റെ മനസ്സ് തന്നിട്ടില്ല, ഹൃദയം തന്നിട്ടില്ല. ഇതൊരു എന്താ പറയുക, നിങ്ങൾ കൂടെ പോരുമെന്ന് ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒരു എടുത്തുചാട്ടമായി പോയി എന്നൊരു പേടിയുണ്ട് ഈ പേഴ്സൺ. ഇത് എന്താവുമെന്നൊരു പിടുത്തമില്ല. എങ്ങോട്ടാണ് റിലേഷൻഷിപ്പ് പോകുന്നത്? എങ്ങോട്ടാണ് റിലേഷൻഷിപ്പ് പോകുന്നത്? ഒരു ചോയ്സ്, കണ്ണടച്ച ഒരു ചോയ്സ് എടുക്കേണ്ടി വരും ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ, ഒരു ഡിസിഷനിലേക്ക് വരും ഈ റിലേഷൻഷിപ്പ് കേട്ടോ. അത് ഒരു ക്ലാരിറ്റിയൊക്കെ ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. കണ്ണടച്ച് ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കും, ഒരു ചോയ്സ് എടുക്കും. അത് നിങ്ങളെ തന്നെ ചൂസ് ചെയ്യും ഈ പേഴ്സൺ. സ്ട്രെങ്ത്. കുറച്ച് പേടിയിലാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ ആൾക്കാർ പുറകെ വരുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു ഡിസിഷൻ എടുക്കാതെ. ഇനി എടുത്തു കഴിഞ്ഞ് കല്യാണമൊക്കെ ഡിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ പഴയ ആളെന്ന് വിളിച്ച് നിങ്ങളെ കൊണ്ടുപോകുന്നൊരു ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഡിസൈഡ്. ഇപ്പോൾ 2 സ്ത്രീകളുണ്ട് ഇവിടെ, അമ്മമാരാണ്. അത് നിങ്ങളുടെ 2 പേരുടെ അമ്മമാരായിരിക്കും. ഇവർ ഇതിനകത്ത് ഇൻവോൾവ് ആവും. അപ്പോൾ ഈ സ്ട്രെങ്ത് കൊടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ വിചാരിക്കുന്ന 2 അമ്മമാർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സീക്രട്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾ 2 പേരും വിവാഹിതരായിരിക്കാം, 2 പേർക്കും പാർട്ട്നേഴ്സ് ഉണ്ടാവും, 2 പേർക്കും കുട്ടികളുണ്ടാവും, അവിടെ നിന്ന് പോകുന്നതായിരിക്കാം. അവരെല്ലാം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വരാൻ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റാൻഡ് എടുക്കും, നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും കേട്ടോ. നിങ്ങളുടെ കൂടെ തന്നെ ഈ പേഴ്സൺ നിൽക്കും. ആരെയൊക്കെ ഉപേക്ഷിച്ചാണ് പോന്നേക്കുന്നത് അവരൊക്കെ ഉപേക്ഷിച്ചതുപോലെ തന്നെ ഇനി മുമ്പോട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ് നിങ്ങൾ വരാൻ പോകുന്നത്. ഈ പേഴ്സൺ ഒരു സ്റ്റാൻഡ് എടുക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ലൈഫ് മുമ്പോട്ട് പോകും. ഇതെല്ലാം പാസ്റ്റിലേക്ക് പോകുമെന്നാണ് കാണിക്കുന്നത്.
അപ്പോൾ ഇവർക്കൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രയൊക്കെ സ്ട്രോങ് ആയിട്ട് ബഹളം ഉണ്ടാക്കിയാലും ഈ റിലേഷൻഷിപ്പ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകും. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഡീടോക്സിഫൈ ചെയ്യണം, ഒരു പാത്ത് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻ ജെമിനി ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ലിയോ ഉണ്ട്, പിന്നെ ക്യാൻസർ, അക്വേറിയസ്, ലീബ്ര, സ്കോർപിയോ, കാപ്രിക്കോൺ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, വെർഗോ. ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാ സപ്പോർട്ടിനും കമൻസിനും പിന്നെ ഷെയറിനും ലൈക്കിനും എല്ലാം വളരെയധികം നന്ദി കേട്ടോ. എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും അനുഗ്രഹിച്ച് തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. സേഫ് ആയിട്ടിരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.